ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ആക്കുന്നത് 6ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ വരുന്ന ഫസ്റ്റ് ചാപ്റ്റർ നെയിംസ് ആൻഡ് നെയിംസ് എന്നതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്കൂൾ ഈസ് ക്ലോസ്ഡ് ഫോർ ദി വെക്കേഷൻ. സ്കൂളിൽ വെക്കേഷൻ ആയതുകൊണ്ട് സ്കൂൾ അടച്ചിട്ടിരിക്കുകയാണ്. കുഞ്ഞിച്ചിരുത ഈസ് ഇൻ കേരള. കുഞ്ഞിച്ചിരുത അവളുടെ നാടായ കേരളത്തിലേക്ക് പോയിട്ടുണ്ട്. ആൻഡ് ഹെർ ഫ്രണ്ട് ആൻറ്റോണറ്റ് ഈസ് നൗ ഇൻ ഫ്രാൻസ്. അവളുടെ കൂട്ടുകാരി ആൻറ്റോണറ്റ് ഫ്രാൻസിലാണുള്ളത്. അവളുടെ നാട്, ആൻറ്റോണറ്റിൻ്റെ നാടാണല്ലോ ഫ്രാൻസ്. ബട്ട് ദേ സ്റ്റിൽ സ്റ്റേ കണക്റ്റഡ് ത്രൂ ടെക്സ്റ്റ് മെസ്സേജസ്. പക്ഷേ അവർ ഇപ്പോഴും ടെക്സ്റ്റ് മെസ്സേജ് അയക്കാറുണ്ട്. ഹിയർസ് എ പീക്ക് അറ്റ് ദെയർ ചാറ്റ്. അവരുടെ ചാറ്റിൻ്റെ ചെറിയൊരു ഭാഗം ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഇവർ തമ്മിലുള്ള ചാറ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഹായ് ആൻറ്റോണറ്റ്, ഹൗസ് എവറിത്തിങ് ഗോയിങ്? ഹായ് ആൻറ്റോണറ്റ്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്? ആൻറ്റോണറ്റ് പറയാണ്, ഹായ്, ഇറ്റ്സ് സോ നൈസ് ഹിയർ. ഇവിടെ നന്നായി പോകുന്നു. ഈറ്റിംഗ് ലോഡ്സ് ഓഫ് യമ്മി ഫുഡ്. വാട്ട് അബൌട്ട് യു? ഹൗസ് കേരള? നല്ല യമ്മി ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണ്. എന്താണ് നിൻ്റെ അവസ്ഥ? വാട്ട് അബൌട്ട് യു എന്ന് പറഞ്ഞാൽ നിൻ്റെ അവസ്ഥ എന്താണ്? ഹൗസ് കേരള? കേരള എങ്ങനെയുണ്ട്? കുഞ്ഞിച്ചിരുത പറയാണ്, ഗ്രേറ്റ്, നല്ലതാണ്. ലോഡ്സ് ഓഫ് കോക്കനട്ട് ട്രീസ് ആൻഡ് അമ്മാസ് ദോശാസ്. കുറേ കോക്കനട്ട് ട്രീസും തെങ്ങുകളും അമ്മയുടെ ദോശയും. മിസ് യു ടു. എന്നാലും ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു. ടു എന്ന് പറഞ്ഞാൽ എന്നാലും. മിസ് യു ടു, എന്നാലും ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു. ഓ, മിസ് യു ടു, ഞാൻ നിന്നെയും മിസ് ചെയ്യുന്നു. ഗസ് വാട്ട്? എന്താണെന്നോ? ഐ തോട്ട് മൈ മം ടു സേ യുവർ നെയിം. ഞാൻ എൻ്റെ അമ്മയെ നിൻ്റെ പേര് പറയാൻ പഠിപ്പിച്ചു. ദാറ്റ്സ് അമേസിങ്. അത് അത്ഭുതകരമാണ്. ഐ തോട്ട് അമ്മ ടു സേ യുവർ നെയിം ടു. ഞാനും എൻ്റെ അമ്മയെ നിൻ്റെ പേര് പറയാൻ പഠിപ്പിച്ചു. തോട്ട് എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു എന്നാണ്. ഓ, വെൻ ആർ യു ഗോയിങ് ബാക്ക് ടു ന്യൂ ജേഴ്സി? നീ എപ്പോഴാണ് ന്യൂ ജേഴ്സിയിലേക്ക് തിരിച്ചു പോകുന്നത്? കുഞ്ഞിച്ചിരുത, ഇൻ 2 weeks, 2 ആഴ്ചയ്ക്കുള്ളിൽ. വാട്ട് അബൌട്ട് യു? എന്താണ് നിന്റെ കാര്യം? ഡു യു മിസ് ന്യൂ ജേഴ്സി? നീ ന്യൂ ജേഴ്സിയെ മിസ് ചെയ്യുന്നുണ്ടോ? ആൻറ്റോണറ്റ് പറയാണ്, ഐ മിസ് ഹാങ്ങിങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ് ലൈക്ക് യു. ഞാൻ നിന്നെ പോലെയുള്ള കൂട്ടുകാരുമൊത്ത് പുറത്ത് ഇങ്ങനെ കറങ്ങാൻ പോകുന്നത് മിസ് ചെയ്യുന്നു. ആൻഡ് ദി സ്കൂൾ ആക്ടിവിറ്റീസ്. പിന്നെ സ്കൂളിലെ പ്രവർത്തനങ്ങളും. ആൾസോ ദി ഐസ്ക്രീം അറ്റ് പ്രകാശ് ഷോപ്പ്. പിന്നെ പ്രകാശിൻ്റെ ഷോപ്പിലെ ഐസ്ക്രീമും മിസ് ചെയ്യുന്നുണ്ട്. എനിവേ, ഐ വിൽ ബി ബാക്ക് ഇൻ 2 weeks. എന്തായാലും ഞാൻ 2 ആഴ്ചയ്ക്കുള്ളിൽ തിരികെ വരും. ശരി, കാത്തിരിക്കാൻ കഴിയുന്നില്ല, നമുക്ക് ഉടനെ കാണാം. നെക്സ്റ്റ് ആൻറ്റോണറ്റ് പറയാണ്, സി യു സൂൺ. നമുക്ക് ഉടനെ കാണാം. സോ ഇതാണ് കുഞ്ഞിച്ചിരുതയും ആൻറ്റോണറ്റും തമ്മിലുള്ള ഒരു ചാറ്റ്, ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരുന്നത്. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. യു വിഷ് ടു ഹാങ് ഔട്ട് വിത്ത് യുവർ ഫ്രണ്ട് ദിസ് വീക്കെൻഡ്. ഈ വീക്കെൻഡ് അവസാനത്തിൽ നിങ്ങളുടെ കൂട്ടുകാരുമൊത്ത് നിങ്ങൾ പുറത്തു പോകാൻ ആഗ്രഹിക്കുകയാണ്. അവരോടൊപ്പം ചുറ്റിക്കറങ്ങാൻ, സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹൗ വിൽ യു പ്ലാൻ ഫോർ ഇറ്റ്? നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുക? സിറ്റ് ഇൻ പെയേഴ്സ് ആൻഡ് ക്രിയേറ്റ് എ ചാറ്റ്. നിങ്ങൾ ക്ലാസ് റൂമിൽ ഇങ്ങനെ പെയേഴ്സ് ആയിട്ട് ഇരുന്നിട്ട് ഒരു ചാറ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ? നിങ്ങളുടെ വീക്കെൻഡിൽ ശനിയോ ഞായറോ ആകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് മെസ്സേജ് അയക്കും, ഹായ് ഡി, ഇന്ന് നമ്മൾ എവിടെയാണ് പോവുക? നീ ഫ്രീ ആണോ? നമുക്ക് എവിടേക്കെങ്കിലും പോയാലോ? അങ്ങനെ എല്ലാവരുടെയും മൊത്തം കണ്ട് എവിടേക്കെങ്കിലും പോകാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഒരുമിച്ച് സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ടല്ലേ? അതുപോലെയുള്ളൊരു പ്ലാനിങ്, അതുപോലെയുള്ളൊരു ചാറ്റാണ് ഇവിടെ നമുക്ക് എഴുതേണ്ടത്. ഈ ചാറ്റിൻ്റെ തുടക്കം ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾ പറയാണ്, ഹായ്, വാട്ട് ആർ യു ഡൂയിങ് ദിസ് വീക്കെൻഡ്? ഹായ്, നീ എന്താണ് ഈ ഒരു വീക്കെൻഡിൽ ചെയ്യുന്നത്? ഫ്രണ്ട്, ഐ എം നോട്ട് ഷുവർ യെറ്റ്. ഞാൻ ഇതുവരെ ഒന്നും ഉറപ്പിച്ചിട്ടില്ല, ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഡു യു വാണ്ട് ടു ഹാങ് ഔട്ട്? നിനക്ക് കറങ്ങാൻ പോകണോ? അല്ലെങ്കിൽ നിനക്ക് പുറത്തു പോകണോ? ഇതിൻ്റെ ബാലൻസ് നമുക്ക് എഴുതി കൊടുക്കാം. ഫ്രണ്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, നിനക്ക് പുറത്തു പോകണോ എന്ന്, അല്ലേ? നമ്മുടെ മറുപടി എന്താണ്? യെസ്, അതെ, ഐ വുഡ് ലവ് ടു ഹാങ് ഔട്ട് വിത്ത് യു. എനിക്ക് നിൻ്റെ കൂടെ സമയം ചെലവഴിക്കാൻ ഇഷ്ടമാണ്. ഫ്രണ്ട് പറയാണ്, ഗ്രേറ്റ്, നല്ലത്. വെർ ഷാൾ വി ഗോ? എവിടെയാണ് നമ്മൾ പോവുക? നമ്മൾ പറയാണ്, ലെറ്റ്സ് ഗോ ടു ദി പാർക്ക് ഓൺ സാറ്റർഡേ ഈവനിങ്. നമുക്ക് സാറ്റർഡേ ഈവനിങ്, വൈകുന്നേരം, ശനിയാഴ്ച വൈകുന്നേരം നമുക്ക് പാർക്കിൽ പോകാം. ഫ്രണ്ട്, ദാറ്റ് സൗണ്ട് ലൈക്ക് ഫൺ. അത് കേൾക്കാൻ നല്ലൊരു രസമാണ്. അതായത് നല്ലൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫ്രേസാണിത്, ദാറ്റ് സൗണ്ട്സ് ലൈക്ക് ഫൺ എന്ന്.
വാട്ട് ടൈം ഷാൾ വി മീറ്റ്? ഏത് സമയത്താണ് നമ്മൾ മീറ്റ് ചെയ്യുക? നിങ്ങൾ പറയാണ് ലെറ്റ്സ് മീറ്റ് അറ്റ് 5 o'clock നിയർ ദി പാർക്ക് ഗേറ്റ്. പാർക്കിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് നമുക്ക് 5 മണിയാകുമ്പോൾ മീറ്റ് ചെയ്യാം. ഫ്രണ്ട് ഓക്കെ ശരി. വി ക്യാൻ പ്ലേ ദെയർ ഫോർ സം ടൈം. നമുക്ക് അവിടെ കുറച്ച് സമയം കളിക്കാം. യു യെസ് അതെ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ ഹാവ് ഐസ്ക്രീം. അതിനുശേഷം നമുക്കൊരു ഐസ്ക്രീമും കഴിക്കാം. ഫ്രണ്ട് വണ്ടർഫുൾ. നല്ലത് മനോഹരമായിട്ടുണ്ട്. ഐ കാൺ വെയിറ്റ്. എനിക്ക് കാത്തിരിക്കാൻ കഴിയുന്നില്ല. സീ യു ഓൺ സാറ്റർഡേ. നിന്നെ സാറ്റർഡേ കാണാം. നമ്മൾ ഈ ഒരു ചാറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡ്യൂറിങ് ദി വെക്കേഷൻ കുഞ്ഞിച്ചിരുത റിസീവ്ഡ് ആൻ ഇമെയിൽ ഫ്രം ഹെർ ഫ്രണ്ട് ആൻറ്റോണറ്റ്. ഈ ഒരു അവധിക്കാലത്തിൻ്റെ സമയത്ത് കുഞ്ഞിച്ചിരുത്തേക്ക് ആൻറ്റോണറ്റിൻ്റെ ഒരു മെയിൽ കിട്ടി. ഇവിടെ താഴെ നിങ്ങൾക്ക് മെയിൽ നൽകിയിട്ടുണ്ട്. ഡിയർ കുഞ്ഞിച്ചിരുത, പ്രിയപ്പെട്ട കുഞ്ഞിച്ചിരുത, ഐ ഹോപ്പ് യു ആർ എൻജോയിങ് യുവർ വെക്കേഷൻ. ഞാൻ പ്രതീക്ഷിക്കുന്നു നീ നിന്റെ വെക്കേഷൻ ആസ്വദിക്കുന്നു ഉണ്ടെന്ന്. ഐ ആം ബാക്ക് ഇൻ മാർസെയിൽസ്. ഞാൻ ഇപ്പോൾ വീണ്ടും മാർസെയിൽസിലേക്ക് വന്നിട്ടുണ്ട്. ദ വെദർ ഹിയർ ഈസ് ലവ്ലി. ഇവിടുത്തെ കാലാവസ്ഥ വളരെ നല്ലതാണ്. ആൻഡ് ഐ വെൻറ്റ് പാഡിൽ ബോർഡിംഗ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം പാഡിൽ ബോർഡിംഗ് ചെയ്യാൻ പോയി. ഇവിടെ പിക്ചറിൽ നോക്കിക്കുക, അവിടെ നിങ്ങൾക്ക് കാണാം ആൻറ്റോണറ്റ് പാഡിൽ ബോർഡിംഗ് ചെയ്യാണ്. വെള്ളത്തിൽ നീളമുള്ളൊരു ബോട്ടിൽ അതുപോലെ നീളമുള്ളൊരു കോയിൽ വെച്ച് ഇങ്ങനെ തുഴഞ്ഞു പോകുന്നതിനാണ് പാഡിൽ ബോട്ടിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പിക്ചറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സോ ഇവിടെ ആൻറ്റോണറ്റ് അവളുടെ കൂട്ടുകാരോടൊപ്പം പാഡിൽ ബോർഡിങ്ങിന് പോയി. ഐ ഫെൽ ഡൗൺ മെനി ടൈംസ്. ഞാൻ ഒരുപാട് തവണ വീണു. ബട്ട് ഇറ്റ് വാസ് എക്സൈറ്റിംഗ്. പക്ഷെ അത് വളരെ രസകരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. ഐ ഹാവ് അറ്റാച്ച്ഡ് സം ഫോട്ടോസ് ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടി ഇതിൻ്റെ കൂടെ കുറച്ച് ചിത്രങ്ങൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഹൗ ഇസ് കേരള? കേരള എങ്ങനെയുണ്ട്? ഐ റിയലി മിസ് യു. ഞാൻ നിന്നെ ശരിക്കും മിസ് ചെയ്യുന്നു. ആൻഡ് കാൺ വെയിറ്റ് ടു ഹിയർ ഓൾ അബൌട്ട് യുവർ അഡ്വെഞ്ചേഴ്സ്. ഈ അവധിക്കാല വിശേഷങ്ങളെല്ലാം കേൾക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്. സേ ഹായ് ടു യുവർ മം ഫോർ മീ. എൻ്റെ ഒരു ഹായ് നിൻ്റെ അമ്മയോട് പറയണം. ടേക്ക് കെയർ. ശ്രദ്ധിക്കണം. ലവ്. സ്നേഹത്തോടെ ആൻറ്റോണറ്റ്. ആണ് ആൻറ്റോണറ്റ് നമ്മുടെ കുഞ്ഞിച്ചിരുതയ്ക്ക് അയച്ചിട്ടുള്ള മെയിൽ വരുന്നത്. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. കുഞ്ഞിച്ചിരുത വാസ് ഡിലൈറ്റഡ്. ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. ഈ ഒരു മെയിൽ ആൻറ്റോണറ്റിൻ്റെ മെയിൽ കിട്ടിയപ്പോൾ കുഞ്ഞിച്ചിരുതയ്ക്ക് വളരെ സന്തോഷമായി. ഷീ ബിഗൈൻ ടു ടൈപ്പ് എ റിപ്ലൈ. അങ്ങനെ അവൾ ഒരു മറുപടി അയക്കാൻ തുടങ്ങി, എഴുതാൻ തുടങ്ങി. ക്യാൻ യു ഹെൽപ്പ് ഹെർ കംപ്ലീറ്റ് ദി മെയിൽ? ഈ മെയിൽ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് അവളെ സഹായിക്കാമോ? അങ്ങനെ അവിടെ മെയിൽ നൽകിയിട്ടുണ്ട്. ഫ്രം ആരുടെ പേരാണ് എഴുതേണ്ടത്? ആരാണോ ഈ ഒരു മെയിൽ എഴുതുന്നത് അവരുടെ പേരാണ് ഫ്രമിൽ എഴുതേണ്ടത്. അതായത് ഇവിടെ kuഞ്ഞിchiruda@gmail.com കുഞ്ഞിച്ചിരുതയുടെ മെയിലാണ് ഇവിടെ എഴുതേണ്ടത്. അത് നിങ്ങളുടെ അവളുടെ പേര് എഴുതി @gmail.com എന്ന് എഴുതുക. ടു ആർക്കാണ് അയക്കുന്നത്? അവൾ ആൻറ്റോണറ്റിനാണ് അയക്കുന്നത്. സോ ആൻറ്റോണറ്റിൻ്റെ മെയിലാണ് അവിടെ എഴുതേണ്ടത്. അത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് antonet12@gmail.com എന്നാണ്. അതാണ് ഇവിടെ നിങ്ങൾ 2ൻ്റെ നേരെ എഴുതി കൊടുക്കേണ്ടത്. അത് മെയിൽ എങ്ങനെ തുടങ്ങണം? ഡിയർ ആൻറ്റോണറ്റ്, പ്രിയപ്പെട്ട ആൻറ്റോണറ്റ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു മെയിൽ എങ്ങനെയാണ് എഴുതുക എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മേ ബി ക്വസ്റ്റ്യന് ഒരു മെയിൽ എഴുതാൻ ചോദിച്ചേക്കാം. സോ ഇവിടെ ഐ വാസ് എക്സൈറ്റഡ് ടു ഗെറ്റ് യുവർ മെയിൽ. നിൻ്റെ മെയിൽ കിട്ടിയതിൽ ഞാൻ വളരെ സന്തോഷമായി, ഉത്സാഹമായി എന്നൊക്കെ. ഇറ്റ് മെയ്ഡ് മീ സോ ഹാപ്പി ടു ഹിയർ ഫ്രം യു. നിന്നിൽ നിന്ന് അതൊക്കെ കേൾക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷത്തിലാണ്. ഇനി ഇതിൻ്റെ ബാലൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. എന്തൊക്കെ എഴുതണം? കുഞ്ഞിച്ചിരുതയുടെ കാര്യങ്ങളൊക്കെ, അവൾ വെക്കേഷനിൽ എവിടെയൊക്കെ പോയി, അവളുടെ വെക്കേഷൻ എങ്ങനെയുണ്ടായിരുന്നു, ഏതെങ്കിലും പ്ലേസ് വിസിറ്റ് ചെയ്ത ഏതെങ്കിലും കാര്യങ്ങൾ അവൾക്ക് പ്രത്യേകമായിട്ട് പറയാനുണ്ടോ, അതൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് എഴുതേണ്ടത്. ഇത്രയും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. ബാലൻസ് ആയിട്ട് സ്പേസ് ഇട്ടിട്ട് താഴെയായിട്ട് എഴുതുക. ഐ ആം എൻജോയിങ് മൈ വെക്കേഷൻ ഇൻ കേരള വെരി മച്ച്. ഞാൻ എൻ്റെ അവധിക്കാലം കേരളത്തിൽ വളരെയധികം ആസ്വദിക്കുന്നുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് വിത്ത് ലോഡ്സ് ഓഫ് കോക്കനട്ട് ട്രീസ് ആൻഡ് ഗ്രീൻ ഫീൽഡ്സ്. പച്ചപ്പുള്ള പാടങ്ങളും തെങ്ങുകളും നിറഞ്ഞ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണിത്. ഐ ആം സ്പെൻഡിങ് ടൈം വിത്ത് മൈ ഗ്രാൻഡ് പാരൻസ് ആൻഡ് കസിൻസ്. ഞാൻ ഗ്രാൻഡ് പാരൻസിൻ്റെയും കസിൻസിൻ്റെയും കൂടെ ഞാൻ സമയം ചിലവഴിക്കുകയാണ്. വി വിസിറ്റ് മെനി പ്ലേസസ് ആൻഡ് എൻജോയ് ടേസ്റ്റി ഫുഡ്. നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കുകയും
രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ ആസ്വദിക്കുകയും ചെയ്തു. ഐ ആൾസോ ഹെൽപ്പ് മൈ മദർ അറ്റ് ഹോം ആൻഡ് പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ ദി ഈവനിങ്. ഞാൻ എൻ്റെ അമ്മയെ വീട്ടിൽ സഹായിക്കുകയും വൈകുന്നേരം കൂട്ടുകാരുമൊത്ത് കളിക്കുകയും ചെയ്യുന്നു. ഇത്രയുമാണ് അവളുടെ കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് ഒരു പാരഗ്രാഫ് പോലെ കുറച്ച് സ്പേസ് ഇട്ടിട്ട് എഴുതാം. യുവർ പാഡിൽ ബോർഡിംഗ് എക്സ്പീരിയൻസ് സൗണ്ട് സോ എക്സൈറ്റിംഗ്. നിന്റെ പാഡിൽ ബോർഡിങ്ങിനെ കുറിച്ച് നീ പറഞ്ഞത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഐ വുഡ് ലവ് ടു സീ ദി ഫോട്ടോസ് യു സെൻഡ്. നീ അയച്ച ഫോട്ടോസ് കണ്ടതിൽ വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു ഫോർ ഷെയറിങ് ദം വിത്ത് മീ. അത് എനിക്ക് അയച്ചു തന്നതിൽ നന്ദിയുണ്ട്. ഇനി ലാസ്റ്റ് നമ്മുടെ മെയിൽ അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് സ്പേസ് ഇട്ടിട്ട് ലാസ്റ്റ് പാരഗ്രാഫ് പോലെ എഴുതുക. ഐ മിസ് യു എ ലോഡ് ടു. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു. പ്ലീസ് സേ ഹായ് ടു യുവർ ഫാമിലി ഫോർ മീ. നിന്റെ കുടുംബത്തോട് എൻ്റെ ഹായ് അറിയിക്കുക. ഐ ഹോപ്പ് ടു സീ യു സൂൺ ഇൻ ന്യൂ ജേഴ്സി. ഞാൻ നിന്നെ ഉടനെ ന്യൂ ജേഴ്സിയിൽ വെച്ച് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ടേക്ക് കെയർ. ശ്രദ്ധിക്കണം. ലാസ്റ്റ് ലവ്. സ്നേഹത്തോടെ കുഞ്ഞിച്ചിരുത. ഓക്കെ, നമ്മൾ സിമ്പിളായിട്ട് ഇമെയിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഇമെയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച് നോക്കണം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മെയിൽ ക്വസ്റ്റ്യനിൽ തന്ന് എഴുതാൻ പറയാം. സോ ഇതാണ് ഒരു ഇമെയിലിൻ്റെ ഫോർമാറ്റ് വരുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റീഡ് ദി സെൻറ്റൻസസ് ടേക്കൺ ഫ്രം ദി സ്റ്റോറി. കഥയിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ ഒരു സെൻറ്റൻസസ് വായിക്കുക. ഇൻ ഫാക്ട് നിയർലി ഹാഫ് ദി സ്റ്റുഡൻസ് ബിലോങ്ഡ് ടു ഇമിഗ്രൻ്റ് ഫാമിലീസ്. സത്യം പറയുകയാണെങ്കിൽ ഇവിടെയുള്ള കുട്ടികളിൽ പകുതി ആൾക്കാരും മറ്റുള്ള രാജ്യത്തിൽ നിന്ന് വന്നിട്ടുള്ള കുടുംബക്കാരാണ്. There were students from Canada, Mexico, Italy, UAE, Egypt, China. ചൈനയിലും ഈജിപ്തിലും UAEയിലും ഇറ്റലിയിലും മെക്സിക്കോയിലും കാനഡയിൽ നിന്നുള്ള കുട്ടികളാണ്. കുഞ്ഞിച്ചിരുത വാസ് ദി ഓൺലി ഇന്ത്യൻ. കുഞ്ഞിച്ചിരുത മാത്രമാണ് ഇന്ത്യക്കാരി ആയിട്ടുള്ളത്. ദ ടേം ഇന്ത്യ ഡിനോട്ട്സ് സമ്മൺ ഫ്രം ഇന്ത്യ. ഇന്ത്യൻ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിൽ നിന്നുള്ള ഒരാളെ കുറിച്ചാണ് അല്ലേ? Here is a list of such words for people from different countries. അങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ പറയുന്നതിനുള്ള ടേംസ് ഇവിടെ നൽകിയിട്ടുണ്ട്. കാനഡയിൽ നിന്നുള്ള ആൾക്കാർക്ക് കാനഡിയൻ എന്ന് പറയും. ചൈനയിൽ നിന്നുള്ള ആൾക്കാർക്ക് ചൈനീസ് എന്ന് പറയും. ഈജിപ്റ്റ് ഈജിപ്ഷ്യൻ എന്നാണ് പറയുക. ജപ്പാന് ജപ്പാനീസ് എന്നാണ്. മെക്സിക്കോയിലുള്ളത് മെക്സിക്കൻ എന്നാണ് പറയാം. താഴെ നിങ്ങൾക്ക് ഇതേപോലെ തന്നിട്ടുണ്ട്. ഫ്രാൻസിലുള്ള ആൾക്കാരെ എന്താണ് പറയുക? ഫ്രഞ്ച് എന്നാണ് പറയുക. സ്പെയിനിലുള്ളത് സ്പാനിഷ് എന്നാണ്. ജർമ്മനി ജർമ്മൻ എന്നാണ്. UAEയിലുള്ളത് എമിറാത്തി എന്നാണ് പറയുക. ഇത് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക, കംപ്ലീറ്റ് ആക്കുക. ബി ക്വസ്റ്റ്യൻ, ക്യാൻ യു ആഡ് മോർ ടു ദിസ് ലിസ്റ്റ്. ഈ ലിസ്റ്റിലേക്ക് നിങ്ങളോട് കൂടുതൽ കൂട്ടിച്ചേർക്കാനാണ്. അവിടെ എഴുതാനുള്ള സ്പേസ് ആണ്. സോ നമുക്ക് എഴുതാം. എന്നിട്ടുള്ള സ്പേസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 എണ്ണം എഴുതി കൊടുക്കുക. റഷ്യയിലുള്ളവരെ റഷ്യൻ എന്നാണ് പറയുക. നേപ്പാളി എന്നാണ് പറയുക. ശ്രീലങ്ക ശ്രീലങ്കൻ എന്നാണ്. പാകിസ്ഥാനി എന്നാണ് പറയുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നെക്സ്റ്റ്, ലെറ്റ്സ് ഹാവ് ഫൺ വിത്ത് വേർഡ്സ്. കുഞ്ഞിച്ചിരുത ആൻഡ് ആന്റോണറ്റ് ഡിസൈഡഡ് ടു പ്ലേ എ ഗെയിം. കുഞ്ഞിച്ചിരുതയും ആന്റോണറ്റും ഗെയിം കളിക്കാൻ തീരുമാനിക്കുകയാണ്. ദേ പിക്ക്ഡ് വേർഡ്സ് ദാറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ഈച്ച് ലെറ്റർ ഓഫ് ദെയർ നെയിംസ്. അതായത് അവരുടെ പേരിൻ്റെ ഓരോ അക്ഷരങ്ങൾ വെച്ച് തുടങ്ങുന്ന വേർഡ്സ് ആണ് അവർ കണ്ടെത്തിയിട്ടുള്ളത്. ദ വേർഡ്സ് ഡിസ്ക്രൈബ് സംതിങ് പോസിറ്റീവ് അബൌട്ട് ദം. അതായത് ഈ വേർഡ്സ് ഒക്കെ അവരെ നല്ല രീതിയിൽ വിവരിക്കുന്നതായിരുന്നു. ഫോർ എക്സാമ്പിൾ കെ. കുഞ്ഞിച്ചിരുതയുടെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? കെ ആണ് അല്ലേ? കെ വെച്ചിട്ടാണ് ആദ്യത്തെ വേർഡ് എഴുതിയിട്ടുള്ളത്. കെ വെച്ചിട്ട് എഴുതിയിട്ടുള്ള വേർഡ് കൈൻഡ് എന്നാണ്. കൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാരുണ്യമുള്ളവൾ എന്നാണ്. അത് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അർത്ഥമല്ലേ വരുന്നത്? നല്ലൊരു കാര്യമല്ലേ? അടുത്തത് ആന്റോണറ്റിൻ്റെത് നോക്കിക്കേ. ഫസ്റ്റ് ലെറ്റർ ഏതാ വരുന്നത്? എ ആണ്. എ വെച്ചിട്ട് എഴുതിയിട്ടുള്ളത് ആക്റ്റീവ് എന്നാണ്. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ സജീവമായിട്ടുള്ള, അതായത് നല്ല ടോക്കറ്റീവ്, എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല സജീവമായിട്ടുള്ള ആൾക്കാണ് ആക്റ്റീവ് എന്ന് പറയാം. സോ അതും പോസിറ്റീവ് ആയിട്ടുള്ളതല്ലേ? ഹെൽപ്പ് ദം കംപ്ലീറ്റ് ദ ലിസ്റ്റ്. അങ്ങനെ ഈ ഒരു ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ അവരെ സഹായിക്കാം. ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് ആദ്യം കുഞ്ഞിച്ചിരുതയുടേത് നോക്കാം. അവിടെ അവരുടെ നെയിം നൽകിയിട്ടുണ്ട്. ഈ നെയിമിൻ്റെ ഓരോ സ്പെല്ലിംഗ് വെച്ചിട്ടാണ് നമ്മൾ വേർഡ്സ് തയ്യാറാക്കേണ്ടത്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു കൈൻഡ് ആണ്. കെ കഴിഞ്ഞിട്ട് യു ആണ്. അണ്ടർസ്റ്റാൻഡിങ്, നല്ല മനസ്സിലാക്കുവാൻ കഴിവുള്ളവൾ. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നവൾ എന്നാണ്. അടുത്തത് എൻ, നീറ്റ്. എച്ച്, ഹെൽപ്ഫുൾ, സഹായിക്കാൻ മനസ്സുള്ളവൾ. ഐ, ഇൻ്റലിജൻറ്റ്, നല്ല ബുദ്ധിയുള്ളവൾ. സി, ക്യൂരിയസ്, ജിജ്ഞാസയുള്ളവൾ. എച്ച്, ഹാപ്പി, സന്തോഷം. ഐ, ഇമാജിനേറ്റീവ്, സങ്കല്പ ശക്തിയുള്ളവൾ.
അടുത്തത് 6 വെച്ചിട്ടാണ് നമ്മൾ വേർഡ് എഴുതേണ്ടത്. ഒരു പോസിറ്റീവ് അർത്ഥമുള്ള ഒരു വേർഡ് ആയിരിക്കണം. റെസ്പോൺസിബിൾ, ഉത്തരവാദിത്തമുള്ളവർ. അടുത്തത് യു വെച്ചിട്ട് യൂസ്ഫുൾ, ഉപകാരപ്രദമായ. അടുത്തത് ടി വെച്ചിട്ട് ടാലൻറ്റഡ്, കഴിവുള്ളവൾ. എച്ച് വെച്ചിട്ട് ഹോണസ്റ്റ്, സത്യസന്ധത. അടുത്തത് ലാസ്റ്റ് എ വെച്ചിട്ട് അമേസിങ്, വളരെ നല്ല അല്ലെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. സോ ഇവിടെ നമ്മൾ കുഞ്ഞിച്ചിരുതയുടെ എല്ലാ ലെറ്റേഴ്സും വെച്ചിട്ട് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് നമുക്ക് ആൻറ്റോണറ്റിൻ്റെത് നോക്കാം. ഇവിടെ എ ആണ് ആൻറ്റോണറ്റിൻ്റെ തുടങ്ങുന്നത്. എ വെച്ചിട്ട് ആക്റ്റീവ്, സജീവമായ. അടുത്തത് എൻ ആണ് ലെറ്റർ വരുന്നത്, നൈസ്, നല്ലത്. ടി ടാലൻറ്റഡ്, കഴിവുള്ള. ഒ ഒപ്റ്റിമിസ്റ്റിക്, ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നല്ലത് പ്രതീക്ഷിക്കുന്നവൾ എന്നാണ്. അടുത്തത് ഐ ഇൻസ്പയറിങ്, പ്രചോദനം നൽകുന്നവൾ എന്ന്. അടുത്തത് എൻ ആണ്. എൻ വെച്ചിട്ട് നമ്മൾ അവിടെ എഴുതണം നേർട്ടറിങ്. നേർട്ടറിങ് എന്ന് പറഞ്ഞാൽ പരിപാലിക്കുന്ന, കരുതലുള്ളവൾ എന്നാണ്. അടുത്തത് ഇ എനർജറ്റിക്, ഊർജമുള്ളവൾ. ടി ട്രസ്റ്റ് വേർത്തി, വിശ്വസിക്കുന്നവൾ എന്നാണ്. അടുത്തത് ടി തോട്ട്ഫുൾ, ചിന്തിക്കുന്നവൾ. അടുത്തത് ഈ ലാസ്റ്റ് എക്സലൻറ്റ്, വളരെ മികച്ചത് എന്നാണ് അർത്ഥം വരുന്നത്. സോ നമ്മൾ ആൻറ്റോണറ്റിൻ്റെതും ഇവിടെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ. നൗ ഡു ദ സെയിം ഫോർ യുവർ നെയിം. നിങ്ങളുടെ പേര് വെച്ചിട്ട് ഇതേപോലെ വേർഡ്സ് ഉണ്ടാക്കാനാണ്. സിറ്റ് വിത്ത് യുവർ ഫ്രണ്ട് ആൻഡ് ഷെയർ യുവർ വർക്ക്. നിങ്ങളുടെ കൂട്ടുകാരനുമായിട്ട് നിങ്ങൾ എഴുതിയിട്ടുള്ള ഈ ഒരു വർക്ക് ഷെയർ ചെയ്യുക. പ്രസൻറ്റ് ഇറ്റ് ഇൻ ദി ക്ലാസ് റൂം. ഇത് ക്ലാസ് റൂമിൽ അവതരിപ്പിക്കുക. ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് ഫാത്തിമ എന്ന നെയിം വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. എഫ് ആണല്ലോ ഫസ്റ്റ് ലെറ്റർ. എഫ് വെച്ചിട്ട് ഫ്രണ്ട്ലി, സൗഹൃദ സ്വഭാവമുള്ള. എ വെച്ചിട്ട് ആക്റ്റീവ്, സജീവമായ. ടി ടാലൻറ്റഡ്, കഴിവുള്ള. എച്ച് ഹോണസ്റ്റ്, സത്യസന്ധമായ. ഐ ഇൻ്റലിജൻറ്റ്, ബുദ്ധിയുള്ള. എം മോട്ടിവേറ്റഡ്, ലക്ഷ്യബോധമുള്ള. എ അഡ്മൈറബിൾ, പ്രശംസനീയമായ, അഭിനന്ദനാർഹമായ. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ പേര് വെച്ചിട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു സി ക്വസ്റ്റ്യൻ ഉണ്ട്. ഹിയർ ആർ സം ക്വാളിറ്റീസ് ഡിസ്ക്രൈബിംഗ് ദി ക്യാരക്ടർ ഓഫ് കുഞ്ഞിച്ചിരുത. കുഞ്ഞിച്ചിരുതയുടെ ക്യാരക്ടർ, സ്വഭാവത്തെ വിവരിക്കുന്ന കുറച്ച് ക്വാളിറ്റീസ്, നല്ല ഗുണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് എ സെന്റൻസ് അബൌട്ട് ഈച്ച് ഓഫ് ദീസ് ക്വാളിറ്റീസ്. ഇതിൽ ഓരോ ക്വാളിറ്റീസിനെ കുറിച്ചും സെന്റൻസ് എഴുതാനാണ്. നോക്കിക്കേ, കൈൻഡ്, കൈൻഡിനെ കുറിച്ചിട്ട് സെന്റൻസ് അവിടെ നൽകിയിട്ടുണ്ട്. കുഞ്ഞിച്ചിരുത ഈസ് എ കൈൻഡ് ഗേൾ. കൈൻഡ് എന്ന് പറഞ്ഞാൽ ദയയുള്ള, കാരുണ്യമുള്ള എന്നൊക്കെയാണ്. കുഞ്ഞിച്ചിരുത ഒരു ദയയുള്ള കുട്ടിയാണ്. അടുത്തത് അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കുന്നവർ. ഷീ ഈസ് വെരി അണ്ടർസ്റ്റാൻഡിങ് ബോത്ത് അറ്റ് ഹോം ആൻഡ് സ്കൂൾ. അവൾ സ്കൂളിലും വീട്ടിലും മറ്റുള്ളവരെ നന്നായി മനസ്സിലാക്കുന്നവളാണ്. അടുത്തത് നീറ്റ് എന്ന വേർഡ് അവിടെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റൻസ് നമ്മൾ എഴുതണം. സോ നമുക്ക് എഴുതാം നീറ്റ്. കുഞ്ഞിച്ചിരുത ഈസ് വെരി നീറ്റ് ഇൻ ഹെർ ഹാബിറ്റ്സ്. കുഞ്ഞിച്ചിരുതക്ക് വളരെ വൃത്തിയായിട്ടുള്ള ശീലങ്ങളുണ്ട്. അടുത്തത് ഹെൽപ്ഫുൾ. ഷീ ഈസ് ഓൾവേസ് ഹെൽപ്ഫുൾ ടു അതേഴ്സ്. അവൾ എല്ലായ്പ്പോഴും മറ്റുള്ളവരെ സഹായിക്കും. ഇൻ്റലിജൻറ്റ്. കുഞ്ഞിച്ചിരുത ഈസ് എൻ ഇൻ്റലിജൻറ്റ് ഗേൾ. അവളൊരു ബുദ്ധിയുള്ള കുട്ടിയാണ്. ക്യൂരിയസ്. ഷീ ഈസ് ക്യൂരിയസ് ടു ലേൺ ന്യൂ തിങ്സ്. അവൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വലിയ കൗതുകമുണ്ട്. ഹാപ്പി. കുഞ്ഞിച്ചിരുത ഈസ് ഓൾവേസ് ഹാപ്പി ആൻഡ് ചീർഫുൾ. കുഞ്ഞിച്ചിരുത എപ്പോഴും സന്തോഷത്തോടെയും ഉല്ലാസത്തോടെയുമാണ്. നെക്സ്റ്റ് ഇതേപോലെ നിങ്ങളോട് 2 വേർഡും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ടുള്ള സെൻറ്റൻസും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് എന്ന വേർഡ് വെച്ചിട്ട് എഴുതാം. കുഞ്ഞിച്ചിരുത ഈസ് എൻ അണ്ടർസ്റ്റാൻഡിങ് ഗേൾ ഹൂ കെയർസ് ഫോർ എവരി വൺ എറൗണ്ട് ഹെർ. കുഞ്ഞിച്ചിരുത ഒരു മനസ്സിലാക്കുന്ന കുട്ടിയാണ്. അവൾ അവളുടെ ചുറ്റുമുള്ള ആൾക്കാരെ അവൾ കെയർ ചെയ്യുന്നു, അവൾ ശ്രദ്ധിക്കുന്നു. അടുത്തത് ഇമാജിനേറ്റീവ് ആണ്. കുഞ്ഞിച്ചിരുത ഈസ് ഇമാജിനേറ്റീവ് ആൻഡ് ഓൾവേസ് തിങ്സ് ഓഫ് ന്യൂ ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ്. അവൾ എപ്പോഴും സങ്കല്പിക്കുന്നവളാണ്, ഇമാജിനേറ്റീവ് ആണ്. അവൾ പുതിയ കാര്യങ്ങളെക്കുറിച്ചും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിനെ കുറിച്ചും എപ്പോഴും ചിന്തിക്കും. നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ. റൈറ്റ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് കുഞ്ഞിച്ചിരുത യൂസിങ് ദി ക്വാളിറ്റീസ് എബോവ്. മുകളിൽ നമ്മൾ എഴുതിയിട്ടുള്ള ഈ ക്വാളിറ്റീസ് ഉപയോഗിച്ചിട്ട് കുഞ്ഞിച്ചിരുതനെ കുറിച്ചിട്ട് ഒരു വിവരണം തയ്യാറാക്കാനാണ്. സ്റ്റാർട്ടിങ് അവിടെ നൽകിയിട്ടുണ്ട്. കുഞ്ഞിച്ചിരുത ഈസ് കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ഗേൾ. കുഞ്ഞിച്ചിരുത ദയുള്ളവളും സഹായിക്കുന്ന കുട്ടിയുമാണ്. ബാലൻസ് എഴുതി കൊടുക്കാം. ഷീ ഈസ് വെരി നീറ്റ് ഇൻ ഹെർ ഹാബിറ്റ്സ്. അവൾ അവളുടെ ശീലങ്ങളിൽ വളരെ വൃത്തിയുള്ളവളാണ്.
ഷീ ഈസ് ഇൻ്റലിജൻറ്റ് ആൻഡ് ക്യൂരിയസ് ടു ലേൺ ന്യൂ തിങ്സ്. അവൾ ബുദ്ധിമതിയും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കൗതുകമുള്ളവളുമാണ്. ഷീ ഈസ് ഓൾവേസ് ഹാപ്പി ആൻഡ് ചിയർഫുൾ. അവൾ എപ്പോഴും സന്തോഷവതിയും ഉല്ലാസഭരിതവുമാണ്. ഷീ ഈസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കെയർസ് ഫോർ എവരി വൺ എറൗണ്ട് ഹെർ. അവൾ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നവളും അവൾക്ക് ചുറ്റുമുള്ള ആൾക്കാരെ ശ്രദ്ധിക്കുന്നവളുമാണ്. ഷീ ഈസ് ഇമാജിനേറ്റീവ് ആൻഡ് ഓൾവേസ് തിങ്സ് ഓഫ് ന്യൂ ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ്. അവൾ സങ്കല്പിക്കുന്നവളാണ്, എപ്പോഴും പുതിയ കാര്യങ്ങളെക്കുറിച്ചും പുതിയ ഐഡിയാസിനെ കുറിച്ചും ചിന്തിച്ചു കൊണ്ടിരിക്കും. ഓക്കെ, ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റീഡ് ദി സെന്റൻസ് ടേക്കൺ ഫ്രം ദി സ്റ്റോറി. കഥയിൽ നിന്ന് എടുത്തിട്ടുള്ള സെന്റൻസ് വായിക്കുക. എ ഫ്യൂ ഡേയ്സ് ബിഫോർ ദി സ്പ്രിംഗ് ബ്രേക്ക് എ ഗേൾ നെയ്മഡ് ആന്റോണറ്റ് ടുക്ക് അഡ്മിഷൻ ഇൻ കുഞ്ഞിച്ചിരുദാസ് ക്ലാസ്. കുഞ്ഞിച്ചിരുതൻ്റെ സ്കൂളിലേക്ക് പുതിയ അഡ്മിഷൻ എടുത്ത് വന്നിട്ടുള്ള കുട്ടിയാണ് ആന്റോണറ്റ്. ഇമാജിൻ എ ന്യൂ സ്റ്റുഡൻറ് ഫ്രം അനദർ കൺട്രി ഓർ സ്റ്റേറ്റ് ഹാസ് ജസ്റ്റ് ജോയിൻഡ് യുവർ സ്കൂൾ. നിങ്ങൾ വിചാരിക്കുക, ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, പുതിയൊരു കുട്ടി മറ്റൊരു കൺട്രിയിൽ നിന്നോ രാജ്യത്ത് നിന്നോ അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്ത് നിന്നോ നിങ്ങളുടെ സ്കൂളിലേക്ക് ജോയിൻ ചെയ്തു. ഹൗ വുഡ് യു ഹെൽപ്പ് ഹെർ അഡ്ജസ്റ്റ് ടു ദി ന്യൂ പ്ലേസ് ആൻഡ് കൾച്ചർ? നിങ്ങൾ എങ്ങനെയാണ് അവളെ പുതിയ സ്ഥലത്തെയും പുതിയ സംസ്കാരത്തെയും ഒന്ന് ശീലിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് സഹായിക്കുക? യു മേ യൂസ് വിൽ, ഷാൾ, ക്യാൻ ടു ഫ്രെയിം സെൻറ്റൻസസ്. നിങ്ങൾക്ക് സെൻറ്റൻസസ് എഴുതുമ്പോൾ വിൽ, ഷാൾ, ക്യാൻ ഉപയോഗിക്കാം. ഒരു ഉദാഹരണം ഇവിടെ നൽകിയിട്ടുണ്ട്. ഐ വിൽ ഷോ ഹെർ അറൗണ്ട് ദി സ്കൂൾ ആൻഡ് ഇൻട്രൊഡ്യൂസ് ഹെർ ടു മൈ ഫ്രണ്ട്സ്. ഞാൻ അവളെ സ്കൂളിന് ചുറ്റും കാണിക്കുകയും എൻ്റെ കൂട്ടുകാർക്ക് അവളെ പരിചയപ്പെടുത്തുകയും ചെയ്യും. ഇതിൻ്റെ ബാലൻസ് ഒരു 5 സെൻറ്റൻസ് നമ്മൾ ഉണ്ടാക്കണം. വില്ലി, ഷാൾ, ക്യാൻ വെച്ചിട്ട് നമുക്ക് സെൻറ്റൻസ് തുടങ്ങാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് സൂചനകൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ന്യൂ സബ്ജക്റ്റ് ഇതിനെക്കുറിച്ച് പറയാം, റൂൾസ്, നിയമങ്ങൾ, ഇതിനെക്കുറിച്ച് ടീച്ചേഴ്സ്, ലോക്കൽ ലാംഗ്വേജ്, പ്ലേസസ് ടു വിസിറ്റ്, സ്കൂൾ ലൈബ്രറി, കഫ്റ്റീരിയ. ഈ പോയിന്റ്സിൽ ഏതെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള സെൻറ്റൻസ് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. ആൻസർ എഴുതാം. ഐ വിൽ ടെൽ ഹെർ അബൌട്ട് ദി ടീച്ചേഴ്സ് ആൻഡ് ഹൗ ദേ ടീച്ച്. ഞാൻ അവൾക്ക് ടീച്ചേഴ്സ്, അധ്യാപകരെ കുറിച്ചും അവരെങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്നും പറഞ്ഞു കൊടുക്കും. ഐ വിൽ ടീച്ച് ഹെർ സം ബേസിക് വേർഡ്സ് ഓഫ് ദി ലോക്കൽ ലാംഗ്വേജ്. ലോക്കൽ ലാംഗ്വേജിലുള്ള ചില അടിസ്ഥാനപരമായിട്ടുള്ള ചില വാക്കുകൾ ഞാൻ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. ഐ വിൽ ടേക്ക് ഹെർ ടു പ്ലേസസ് ടു വിസിറ്റ് നിയർ ബൈ. അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് ഞാൻ അവളെ കൊണ്ടുപോകും. ഐ വിൽ ഷോ ഹെർ ദി സ്കൂൾ ലൈബ്രറി ആൻഡ് ഹെൽപ്പ് ഹെർ ഫൈൻഡ് ബുക്സ്. ഞാൻ അവളെ സ്കൂൾ ലൈബ്രറിയിൽ കൊണ്ടുപോകാനും അവിടെ ബുക്സ് കണ്ടെത്താനും ഞാൻ അവളെ സഹായിക്കും. ഐ വിൽ ടേക്ക് ഹെർ ടു ദി കഫ്റ്റീരിയ ആൻഡ് എക്സ്പ്ലെയിൻ ദി ഫുഡ് സിസ്റ്റം. ഞാൻ അവളെ കഫ്റ്റീരിയയിൽ കൊണ്ടുപോയി അവിടുത്തെ ഫുഡ് സിസ്റ്റം ഒക്കെ വിവരിച്ചു കൊടുക്കും, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കും. ഈ സെൻറ്റൻസസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള സ്പേസിലേക്ക് എഴുതി കൊടുക്കുക. അടുത്തത് 6ാമത്തെ ആക്ടിവിറ്റി ആണ്. റീഡ് ദി സെൻറ്റൻസസ് ഫ്രം ദി സ്റ്റോറി. കഥയിൽ നിന്നുമുള്ള സെൻറ്റൻസ് വായിക്കുക. ബട്ട് ഷീ ഹാഡ് പിക്ക്ഡ് അപ്പ് ഇംഗ്ലീഷ് വിത്ത് ആൻ അമേസിംഗ് സ്പീഡ്. ഇതിൻ്റെ മീനിങ് എന്താണ്? പക്ഷേ അവൾ അത്ഭുതകരമായിട്ടുള്ള ഒരു വേഗതയിൽ അവൾ ഇംഗ്ലീഷ് പഠിച്ചെടുത്തു. ഇവിടെ പിക്ക്ഡ് അപ്പ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പഠിച്ചെടുത്തു എന്നാണ്. ഇൻ ദി സെൻറ്റൻസ് ദി പെയർ പിക്ക്ഡ് അപ്പ് ടുഗദർ മീൻസ് ലേൺഡ് ഓർ അക്വേർഡ്. പഠിച്ചെടുത്തു എന്നാണ് പിക്ക്ഡ് അപ്പ് എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത്, അർത്ഥമാക്കുന്നത്. എ ഫ്യൂ സച്ച് പെയേഴ്സ് ഓഫ് വേർഡ്സ് ആർ ഗിവൺ ബിലോ. ഇതേപോലെയുള്ള ഒരു വേർഡ്സിൻ്റെ പെയേഴ്സ് താഴെ നൽകിയിട്ടുണ്ട്. പിക്ക് ഔട്ട് ദി സെൻറ്റൻസസ് ദാറ്റ് കണ്ടെയ്ൻ ദോസ് എക്സ്പ്രഷൻസ് ഫ്രം ദി സ്റ്റോറി. താഴെ തന്നിട്ടുള്ള എക്സ്പ്രഷൻസ് വരുന്ന സെൻറ്റൻസസ് കഥയിൽ നിന്നും തിരഞ്ഞെടുത്ത് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം കം അക്രോസിൻ്റെ നോക്കാം. അത് പേജ് നമ്പർ 11 2ാമത്തെ പാരഗ്രാഫിൽ ഫസ്റ്റ് ലൈനിൽ ഉണ്ട്. കുഞ്ഞിച്ചിരുത ഹാഡ് കം അക്രോസ് മെനി ഇന്ത്യൻസ് ഓൺ ദി സ്ട്രീറ്റ്സ്. അതായത് അവൾ സ്ട്രീറ്റിൽ, വഴിയിൽ നിരവധി ഇന്ത്യക്കാരെ ആകസ്മികമായിട്ട് കണ്ടിരുന്നു. അതായത് ഒട്ടും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുന്നതിനാണ് ഇവിടെ കം അക്രോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ലൈന് നിങ്ങൾ കം അക്രോസ് എന്ന വേർഡിൻ്റെ നേരെ എഴുതി കൊടുക്കുക. ഇനി അടുത്തത് സ്വിച്ച്ഡ് ഓവർ എന്നാണ് നൽകിയിട്ടുള്ളത്. ഇത് പേജ് നമ്പർ 12 ഏറ്റവും മുകളിലുള്ള വരിയിലുണ്ട്. പ്രകാശ് സഡൻലി സ്വിച്ച്ഡ് ഓവർ ടു മലയാളം. അതായത് പ്രകാശ് പെട്ടെന്ന് മലയാളം ഭാഷയിലേക്ക് മാറി. മറ്റൊരു ഭാഷയിലായിരുന്നു അതുവരെ സംസാരിച്ചിരുന്നത്, പെട്ടെന്ന് മലയാളം ഭാഷയിലേക്ക് മാറി. അതിനാണ് സ്വിച്ച്ഡ് ഓവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സെൻറ്റൻസ് നിങ്ങൾ അവിടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതി കൊടുക്കുക.
Next B question. Read the conversation below and identify more such expressions used. താഴെ തന്നിട്ടുള്ള കോൺവെർസേഷൻ വായിച്ചിട്ട് ഇതുപോലെയുള്ള എക്സ്പ്രഷൻ ഉപയോഗിച്ചത് കണ്ടെത്തുക. കുഞ്ഞിച്ചിരുത, ഹായ് എവ്രി വൺ. എല്ലാവർക്കും ഹായ്. ആൻറ്റോണറ്റീസ് ബർത്ത്ഡേ ഈസ് കമ്മിങ് അപ്പ്. ആൻറ്റോണറ്റിയുടെ ബർത്ത്ഡേ വരികയാണ്. ലെറ്റ്സ് ഡു സംതിങ് സ്പെഷ്യൽ. നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്യാം. ജേക്ക് പറയാണ്, യാ വി ക്യാൻ പിക്കപ്പ് എ നൈസ് ഗിഫ്റ്റ് ഫോർ ഹെർ. ഇവിടെ പിക്കപ്പ് എന്ന ഫ്രേസ് നോക്കിക്കേ. പിക്കപ്പിന്റെ അർത്ഥം എന്താണ്? നല്ലൊരു ഗിഫ്റ്റ് തിരഞ്ഞെടുക്കുക എന്നാണ്. പിക്കപ്പ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുക. വി ക്യാൻ പിക്കപ്പ് എ നൈസ് ഗിഫ്റ്റ് ഫോർ ഹെർ. നമുക്ക് അവൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഗിഫ്റ്റ് തിരഞ്ഞെടുക്കാം. സോ നമുക്ക് പിക്കപ്പ് എഴുതാം. അടുത്തത് മിയ, ആൻഡ് വി ക്യാൻ ടേക്ക് ഹെർ ഔട്ട് ടു ഈറ്റ് അറ്റ് ഹെർ ഫേവറേറ്റ് കഫേ. അവളുടെ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള കഫേയിൽ അവളെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാം. ഇവിടെ ടേക്ക് ഹെർ ഔട്ട് എന്നുണ്ട്. അവളെ കൊണ്ടുപോകാം. അതൊരു ഫ്രേസ് ആയിട്ട് എഴുതാം. അടുത്തത് കുഞ്ഞിച്ചിരുത, ഗ്രേറ്റ്, നല്ലത്. ഐ വിൽ ഫിക്സ് എ ടൈം ഫോർ അസ് ടു ഗോ. നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു സമയം തീരുമാനിക്കാം. സമയം ഫിക്സ് ആക്കാം. ഫിക്സ് എ ടൈം എന്നുള്ളത് ഒരു ഫ്രേസ് ആണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമയം നിശ്ചയിക്കാം എന്നാണ്. നെക്സ്റ്റ് ബെൻ, ഐ വിൽ ലുക്ക് ഫോർ എ ഗുഡ് ഗിഫ്റ്റ്. ഞാനൊരു നല്ലൊരു ഗിഫ്റ്റ് നോക്കാം. വാട്ട് അബൌട്ട് എ ബുക്ക്? ഒരു ബുക്ക് വാങ്ങുന്നത് എങ്ങനെയാണ്? കുഞ്ഞിച്ചിരുത, ഗുഡ് ഐഡിയ, അത് നല്ലൊരു ഐഡിയ ആണ്. വി ക്യാൻ ചെക്ക് ഔട്ട് ദി ബുക്ക് സ്റ്റോർ ടു ഫൈൻഡ് വൺ ഷീ വിൽ ലൈക്ക്. അവൾ ഇഷ്ടപ്പെടുന്ന ഒന്ന് നമുക്ക് ബുക്ക് സ്റ്റോറിൽ ചെക്ക് ഔട്ട് ചെയ്യാം. ചെക്ക് ഔട്ട് എന്നുള്ളതൊരു ഫ്രേസ് ആണ്. ചെക്ക് ഔട്ട് എന്ന് പറയുന്നത് പരിശോധിക്കാം എന്നാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ട ബുക്ക് സ്റ്റോറിൽ നമുക്ക് പരിശോധിക്കാം. അടുത്തത് മിയ, വി വിൽ ലുക്ക് അപ്പ് എ ബുക്ക് ഷീ ഡസൻറ്റ് ഹാവ്. അവളുടെ കയ്യിൽ ഇല്ലാത്ത ഒരു ബുക്ക് നമുക്ക് നോക്കാം. ലുക്കപ്പ് എന്നുള്ളത് ഫ്രേസ് ആണ്. ഇവിടെ ലുക്കപ്പ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ടെത്താം എന്നാണ്. വി വിൽ ലുക്കപ്പ് എ ബുക്ക്, നമുക്ക് കണ്ടെത്താം ഒരു ബുക്ക്. ഷീ ഡസൻറ്റ് ഹാവ്, അവളുടെ കയ്യിൽ ഇല്ലാത്തത്. ജെയ്ക്ക്, ലെറ്റ്സ് ഗെറ്റ് എ കേക്ക് ടു. ഒരു കേക്കും കൂടി വാങ്ങാം. ഐ ക്യാൻ ഡ്രോപ്പ് ഇറ്റ് ഓഫ് അറ്റ് ഹെർ ഹൗസ്. എനിക്ക് അവളുടെ വീട്ടിൽ കൊണ്ടുപോയി വെക്കാൻ കഴിയും. ഡ്രോപ്പ് ഇറ്റ് ഓഫ് എന്നുള്ളതൊരു ഫ്രേസ് ആണ്. കൊണ്ടുപോയി വെക്കാൻ എന്നാണ്. കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ് ഡ്രോപ്പ് ഇറ്റ് ഓഫ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. കുഞ്ഞിച്ചിരുത, പെർഫെക്റ്റ്. വി വിൽ ആസ്ക് ഹെർ ടു കം ബാക്ക് ടു ദി കഫേ ആഫ്റ്റർ സ്കൂൾ ആൻഡ് വി വിൽ സർപ്രൈസ് ഹെർ. നമുക്ക് അവളോട് സ്കൂളിൽ നിന്നും കഫേയിലേക്ക് വരുമോ എന്ന് ചോദിക്കാം. എന്നിട്ട് അവളെ സർപ്രൈസ് ആക്കാം. ബെൻ, ഓക്കെ ലെറ്റ്സ് ഗെറ്റ് ഗോയിങ്. ലെറ്റ്സ് ഗെറ്റ് ഗോയിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാം എന്നാണ്. അതൊരു ഫ്രേസ് ആണ് ഗെറ്റ് ഗോയിങ് എന്നുള്ളത്. അടുത്തത് കീപ് ദ സീക്രട്ട്, രഹസ്യം സൂക്ഷിക്കുക. ഓക്കെ, നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഫ്രേസസ് ഒക്കെ നിങ്ങൾ ഇവിടെ ബോക്സിലേക്ക് എഴുതി കൊടുക്കുക. അടുത്തത് 7ാമത്തെ ചോദ്യമാണ്. In the class, the teacher asked everyone to say something special about their home country. ക്ലാസ് റൂമിൽ ടീച്ചർ എല്ലാവരോടും അവരുടെ രാജ്യത്തെക്കുറിച്ച് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം പറയാൻ പറഞ്ഞു. ബെൻ ഫ്രം ഇറ്റലി ഗോസ് ഫസ്റ്റ്. ആദ്യം ഇറ്റലിയിൽ നിന്നുള്ള ബെൻ ആണോ പറഞ്ഞത്? ലെറ്റ്സ് ലിസൺ വാട്ട് ഹി ഹാസ് ടു സേ അബൌട്ട് ഹിസ് കൺട്രി. എന്താണ് ബെൻ അവൻ്റെ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കിക്കേ. ഡിയർ ഫ്രണ്ട്സ്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഐ ആം ഫ്രം ഇറ്റലി. ഞാൻ ഇറ്റലിയിൽ നിന്നാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കൺട്രി. അത് മനോഹരമായിട്ടുള്ളൊരു രാജ്യമാണ്. ഇറ്റ്സ് ക്യാപിറ്റൽ ഈസ് റോം. അതിൻ്റെ ക്യാപിറ്റൽ തലസ്ഥാനം റോമാണ്. ദ ഫ്ലാഗ് ഈസ് റിയലി കൂൾ വിത്ത് 3 കളേഴ്സ്. ഫ്ലാഗിൽ 3 നിറങ്ങളാണുള്ളത്. ഗ്രീൻ, വൈറ്റ് ആൻഡ് റെഡ്. മോസ്റ്റ് പീപ്പിൾ ഇൻ ഇറ്റലി സ്പീക്ക് ഇറ്റാലിയൻ. ഇറ്റലിയിലുള്ള കൂടുതൽ ആൾക്കാരും ഇറ്റാലിയനാണ് സംസാരിക്കുന്നത്. വി മേക്ക് സം ഓഫ് ദി ബെസ്റ്റ് ഫുഡ് എവർ ലൈക്ക് പിസ്സ ആൻഡ് പാസ്ത. ഞങ്ങൾ ഏറ്റവും നല്ല ടേസ്റ്റുള്ള പിസ്സയും പാസ്തയും തയ്യാറാക്കുന്നു. ഇറ്റലി ഈസ് ആൾസോ ഹോം ടു അമേസിംഗ് പ്ലേസസ് ലൈക്ക് ദി കൊളോസിയം, ദി ലീനിങ് ടവർ ഓഫ് ദി പിസ്സ ആൻഡ് ദി കനാൽസ് ഓഫ് വെനീസ്. ഇറ്റലിയിലെ കൊളോസിയം, പിസയിലെ ചിരിഞ്ഞ ഗോപുരം, വെനീസിലെ കനാലുകൾ, ഇതുപോലെയുള്ള അത്ഭുതകരമായിട്ടുള്ള സ്ഥലങ്ങൾ ഇറ്റലിയിലുണ്ട്. ഇഫ് യു വിസിറ്റ് ഇറ്റലി, നിങ്ങൾ ഇറ്റലി സന്ദർശിച്ചാൽ യു മൈറ്റ് എവൻ സ്പോട്ട് എനിമൽസ് ലൈക്ക് ദി ഇറ്റാലിയൻ വോൾഫ് ആൻഡ് വൈൽഡ് ബോർ. നിങ്ങൾ ഇറ്റലി സന്ദർശിച്ചാൽ ഇറ്റാലിയൻ വോൾഫ്, ഇറ്റാലിയൻ ചെന്നായയും വൈൽഡ് ബോർ, കാട്ടുപന്നിയെയും കാണാൻ സാധ്യതയുണ്ട്. ദ വെദർ ഈസ് നൈസ് ടു. ഇവിടുത്തെ കാലാവസ്ഥ നല്ലതാണ്. വിത്ത് വാം സമ്മേഴ്സ്, ചെറിയ ചൂടുള്ള സമ്മേഴ്സ് വേനൽക്കാലം, ആൻഡ് കൂൾ വിൻറ്റേഴ്സ് തണുത്ത
വിന്റേഴ്സും തണുപ്പ് കാലവും. ഇറ്റാലിയൻസ് ലവ് ടു സെലിബ്രേറ്റ് ഹോളിഡേയ്സ് ലൈക്ക് ക്രിസ്മസ്, ഈസ്റ്റർ ആൻഡ് കാർണിവൽസ്. ഇറ്റലിയിലുള്ള ആൾക്കാർ ക്രിസ്മസ്, ഈസ്റ്റർ, കാർണിവൽസ് പോലെയുള്ള അവധികൾ ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്നു. വെർ വി വിയർ കളർഫുൾ മാസ്ക് ആൻഡ് കോസ്റ്റ്യൂം. അന്നത്തെ ആഘോഷങ്ങളിൽ ഞങ്ങൾ കളർഫുൾ വ്യത്യസ്ത നിറത്തിലുള്ള മാസ്കും ഡ്രസ്സുകൾ കോസ്റ്റ്യൂംസും ധരിക്കുന്നു. സൗണ്ട്സ് ഫൺ റൈറ്റ്? കേൾക്കാൻ നല്ല രസമല്ലേ, ശരിയല്ലേ? ഇത്രയുമാണ് ബെൻ ഇറ്റലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, ആന്റോണറ്റ് വുഡ് ലൈക്ക് ടു സേ സംതിങ് അബൌട്ട് ഹെർ കൺട്രി. ഇനി അടുത്തത് ആന്റോണറ്റ് അവളുടെ കൺട്രിയെക്കുറിച്ച്, രാജ്യത്തെക്കുറിച്ച് കുറച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഫ്രാൻസ് ആണ് അവളുടെ രാജ്യം വരുന്നത്. സം ബേസിക് ഫാക്ട്സ് അബൌട്ട് ഫ്രാൻസ് ആർ ഗിവൺ. താഴെ നിങ്ങൾക്ക് ഫ്രാൻസിനെ കുറിച്ചിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ക്യാൻ യു ഹെൽപ്പ് ഹെർ മേക്ക് എ ഡിസ്ക്രിപ്ഷൻ ആൻഡ് പ്രസൻറ്റ് ഇറ്റ്? നിങ്ങൾ അവളെ ഇതിനെക്കുറിച്ച്, ഫ്രാൻസിനെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ, വിവരണം തയ്യാറാക്കി പ്രസൻറ്റ് ചെയ്യാൻ സഹായിക്കാമോ എന്നാണ്. നിങ്ങൾക്ക് അവിടെ ഫ്രാൻസ് എന്ന കൺട്രിയെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. ഫ്രാൻസിൻ്റെ ക്യാപിറ്റൽ വരുന്നത് പാരീസ് ആണ്. ഫ്ലാഗിന് 3 കളേഴ്സ് ആണ്, ബ്ലൂ, വൈറ്റ്, റെഡ് ആണ്. മേജർ ലാംഗ്വേജ് വരുന്നത് ഫ്രഞ്ച് ആണ്. പോപ്പുലർ ഫുഡ് ഐറ്റംസ്, അവിടെയുള്ള പ്രശസ്തമായിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് ക്രൂയിസൻസ്, ബാഗ്യൂട്ടേഴ്സ്, മാക്രോൺസ് ആണ്. അടുത്തത് ഫേമസ് പ്ലേസസ് വരുന്നത് ഐഫിൽ ടവർ, ദ ലോവർ മ്യൂസിയം, ബീച്ചസ് ഓഫ് ദി ഫ്രഞ്ച് റിവേറ. എനിമൽസ് ഉള്ളത് ഫ്രഞ്ച് ബൾഡോഗും വൈൽഡ് ബോറും ആണ്. സെലിബ്രേഷൻസ്, അവിടെ ഫ്രാൻസിൽ നടക്കുന്ന ആഘോഷങ്ങൾ ബെസ്റ്റിൽ ഡേ. ഇത് ഫ്രാൻസിലെ ഒരു ചരിത്ര സംഭവത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ്. ഇത് ജൂലൈ 14 ഫ്രാൻസിൽ ആഘോഷിക്കുന്നുണ്ട്. അടുത്തത് ക്രിസ്മസ്, ഈസ്റ്റർ. ഇതൊക്കെയാണ് ഫ്രാൻസിൽ നടക്കുന്ന ആഘോഷങ്ങൾ. ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് നിങ്ങൾ താഴെ തയ്യാറാക്കേണ്ടത്. നിങ്ങൾക്ക് ബെന്നിൻ്റെത് നോക്കിയിട്ട് അതേപോലെ അവിടെ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഫ്രാൻസിൻ്റെതാക്കിയിട്ട് എളുപ്പത്തിൽ എഴുതാവുന്നതാണ്. സോ നമുക്ക് എഴുതാം. ഹലോ ഫ്രണ്ട്സ്, ഐ ആം ആന്റോണറ്റ്. ഐ വുഡ് ലൈക്ക് ടു ടെൽ യു അബൌട്ട് മൈ കൺട്രി ഫ്രാൻസ്. ഞാൻ ആന്റോണറ്റ് ആണ്. ഞാൻ നിങ്ങളോട് എൻ്റെ രാജ്യമായിട്ടുള്ള ഫ്രാൻസിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഫ്രാൻസ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ കൺട്രി ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു രാജ്യമാണ് ഫ്രാൻസ്. ഇറ്റ്സ് ക്യാപിറ്റൽ സിറ്റി ഈസ് പാരീസ്. അതിൻ്റെ തലസ്ഥാനം വരുന്നത് പാരീസ് ആണ്. ദ ഫ്ലാഗ് ഓഫ് ഫ്രാൻസ് ഹാസ് 3 കളേഴ്സ്. ഫ്രാൻസിൻ്റെ ഫ്ലാഗിന്, കൊടിക്ക് 3 കളറാണുള്ളത്, ബ്ലൂ, വൈറ്റ് ആൻഡ് റെഡ്. ദ മെയിൻ ലാംഗ്വേജ് സ്പോക്കൺ ഇൻ ഫ്രാൻസ് ഈസ് ഫ്രഞ്ച്. ഫ്രാൻസിൽ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ഫ്രഞ്ചാണ്. ഫ്രഞ്ച് പീപ്പിൾ എൻജോയ് ഡെലീഷ്യസ് ഫുഡ് ലൈക്ക് ക്രോയിസൻസ്, ബാഗ്യൂട്ടീസ് ആൻഡ് മാക്രോൺസ്. അവരിഷ്ടപ്പെടുന്ന നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഇതൊക്കെയാണ്. ഫ്രാൻസ് ഹാസ് മെനി ഫേമസ് പ്ലേസസ്. ഫ്രാൻസിൽ പല പ്രസിദ്ധമായ സ്ഥലങ്ങളുണ്ട്. ദ മോസ്റ്റ് പോപ്പുലർ ആർ ദി, അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതാണ് ഐഫിൽ ടവർ, ലോവർ മ്യൂസിയം ആൻഡ് ദി ബ്യൂട്ടിഫുൾ ബീച്ചസ് ഓഫ് ദി ഫ്രഞ്ച് റിവിയേറ. Some animals found in France are the French bulldog and the wild boar. ബൾഡോഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകം ഇനം നായയാണ്. വൈൽഡ് ബോർ എന്ന് പറഞ്ഞാൽ കാട്ടുപന്നിയാണ്. ഇതാണ് ഫ്രഞ്ചിൽ കാണുന്ന എനിമൽസ്. പീപ്പിൾ ഇൻ ഫ്രാൻസ് സെലിബ്രേറ്റ് മെനി ഫെസ്റ്റിവൽസ് ലൈക്ക് ബാസ്റ്റിൽ ഡേ, ക്രിസ്മസ് ആൻഡ് ഈസ്റ്റർ വിത്ത് ജോയ് ആൻഡ് ഹാപ്പിനെസ്. ഫ്രാൻസിലുള്ള ആൾക്കാർ ആഘോഷിക്കുന്ന ആഘോഷങ്ങളാണ് ബാസ്റ്റിൽ ഡേ, ക്രിസ്മസും ഈസ്റ്ററും. അവർ സന്തോഷത്തോടെയാണ് ഇത് ആഘോഷിക്കുന്നത്. ഫ്രാൻസ് ഈസ് എ വണ്ടർഫുൾ കൺട്രി ടു വിസിറ്റ്. ഫ്രാൻസ് സന്ദർശിക്കാൻ പറ്റുന്നതിൽ അതിമനോഹരമായിട്ടുള്ളൊരു രാജ്യമാണ്. ഇത്രയുമാണ് നമ്മളിവിടെ ഫ്രാൻസിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ളത്. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള സ്പേസിലേക്ക് എടുത്ത് എഴുതുക. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഇത്രയുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ, ഈ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. പിന്നെ നമ്മൾ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈനായിട്ട് ട്യൂഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ത്രൂ മെസ്സേജ് ആക്കിയാൽ മതി. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.